ചോറ് ഇച്ചിരി സ്പെഷ്യൽ ആക്കിയാലോ? ചോറ് എങ്ങനെ സ്പെഷ്യൽ ആക്കുന്നു? എപ്പോഴും നമ്മൾ ചോറ്, മീൻ വറുത്തത്, മോര്, തോരൻ അങ്ങനെയൊക്കെ അല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് കഴിച്ചാലോ? ചോറ് എന്താണെങ്കിലും വെച്ച് കറി കുറച്ച് നമുക്ക് സ്പെഷ്യൽ ആക്കിയാലോ? എങ്ങനെ അറിയാം? പറ. ടൊമാറ്റോ റൈസ് വെച്ചാലോ? അറിയാവോ? തക്കാളി ചോറോ? തക്കാളി ചോറ് നിനക്ക് അറിയാവോ? അറിയത്തില്ല. എങ്ങനെയാന്ന് നോക്കിയാലോ? ഗായ്സ്, നമ്മൾ 2 ഗപ്പീനെ വാങ്ങിച്ചായിരുന്നു. ഇതൊരു പീസിന് 40 രൂപയാണ്. ഇവിടെ നിങ്ങളുടെ അവിടെയൊക്കെ എത്ര രൂപയാണെന്ന് പറയണം. ആർക്കെങ്കിലും വേണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾക്ക് വേറെ 2 ഫിഷും കൂടി ഉണ്ട്, കാണിക്കാവേ. പിന്നെ ഗായ്സ്, ഇത് കണ്ടോ? ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മോളി എന്നാണെന്ന് തോന്നുന്നല്ലേ? അതോ പ്ലാറ്റി എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം വന്നതേ. ഇത് നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ചയായി. ഇതിൻ്റെയും കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ പറയണം. ഒരെണ്ണത്തിന് നമുക്ക് 30 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയണം. അപ്പം കൊറിയറൊക്കെ അയക്കണമെങ്കിൽ കൊറിയർ ചാർജൊക്കെ ആകും. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്കും തരാം. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ ഈ 2 ഫിഷേ ഉള്ളൂ. എന്താണെങ്കിലും 1 മാസം വെയിറ്റ് ചെയ്യണം. ഇവരൊന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, ബിസിനസ്. അപ്പം വേണ്ടവർ പിന്നെ വെയിറ്റ് ചെയ്യണം. മെസ്സേജ് നേരത്തെ അയച്ചു കേട്ടോ. ഇനി നമുക്ക് ടൊമാറ്റോ റൈസ് ചെയ്യാം. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പം കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോഴും അതുപോലെ തന്നെ പെട്ടെന്ന് കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വരുമ്പം അവർക്കിങ്ങനെ ഫുഡൊക്കെ കൊടുക്കാം, സ്പെഷ്യലായിട്ടൊക്കെ ഫുഡൊക്കെ കൊടുക്കാമെന്നൊക്കെ നോക്കുന്നവർക്ക് ഈ റെസിപ്പിയൊക്കെ ശരിക്കും ചെയ്ത് നോക്കാം. പിന്നെ ഇത് അറിയാവുന്നവരും കാണും കേട്ടോ. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണിത് ഉണ്ടാക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നതും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ എണ്ണയും നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് നമ്മുടെ മസാലയില്ല, ചിക്കൻ മസാലയുടെ പൊടി ഇട്ടത്, അതല്ല അതിന് പകരം നമ്മുടെ കറുവപ്പട്ട, ഏലക്ക അതൊക്കെ ഇട്ടാലും മതി. പിന്നെ അതിലോട്ട് നമ്മൾ സവോള അരിഞ്ഞത് ഇട്ട്, എന്നിട്ട് നമ്മൾ സവോള നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപ്പിടുമല്ലോ, ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റണം. പിന്നെ ചിലർക്കൊക്കെ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അവർക്ക് മല്ലിയില വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ അത് ഉപയോഗിക്കണേ. നമ്മളിപ്പോൾ ഇവിടെ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ആ സവോള അരിഞ്ഞതിൽ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വഴണ്ട് വേണം. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും സവോള വഴളുന്നതിൻ്റെ അത്രയും ഒന്ന് വഴണ്ട്, സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മൾ അതിനകത്തോട്ട് പിന്നെ നമ്മൾ ഒഴിക്കുമല്ലോ കേട്ടോ. പിന്നെ നമ്മൾ പൊടി ഇടണം, കുറച്ച് പൊടികൾ ഇടാനുണ്ട്. അത് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ പാക്കറ്റ് കുരുമുളകാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അത്. പിന്നെ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. അതല്ല നോർമലായിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതാവശ്യം എരിവ് കുറവായിരിക്കും. പിന്നെ കളറും കിട്ടും, കാണുമ്പോഴും ഒരു പ്രത്യേക കളറും കിട്ടുമല്ലോ. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കാശ്മീരി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഉള്ളതുപോലെ പിന്നെ അത് നന്നായിട്ട് നമ്മൾ കുറച്ചേ ഇട്ടുള്ളൂ, വലിയ എരിവ് വേണ്ടാത്തതുകൊണ്ട്. പിന്നെ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അതൊന്ന് ആ പച്ചമണം, പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ അതൊന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി പേസ്റ്റാക്കി അരച്ചെടുത്താണ്. തക്കാളിയും അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് നമ്മൾ അരച്ചാണ് എടുത്തത്. അതാകുമ്പം അത് നമ്മൾ കഴിക്കുകയുള്ളൂ. ഇതെല്ലാം അല്ലാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വെറുതെ കിടക്കുകയാണെങ്കിൽ ചിലപ്പം പക്കി കളയാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പം തക്കാളി അരയ്ക്കുമ്പം വെള്ളമൊന്നും ഒഴിക്കണ്ട, തക്കാളി തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് അതങ്ങ് അരിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ നോർമൽ ചോറില്ലേ, ആ ചോറിനകത്ത് നമ്മൾ കറുവപ്പട്ടയും പിന്നെ ഇച്ചിരി ഉപ്പും പിന്നെ കുരുമുളകും പിന്നെ നെയ്യും ഒഴിച്ച് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫുൾ വേവിച്ചിട്ടില്ല, ആ പകുതി വേവേ ആയുള്ളൂ. എന്നിട്ട് അത് നമ്മൾ കുക്കറിലിട്ട് 1 വിസിലേ അടിച്ചുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ഒരു മുട്ട പുഴുങ്ങി, പിന്നെ അച്ചാറും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.